മലപ്പുറത്തുകാരെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, മലപ്പുറത്തുകാർ ഭയങ്കര അഹങ്കാരികളാണ്, ഭയങ്കര ധാർഷ്ട്യമാണ് അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, സ്വദേശ പണമുണ്ട്, വിദേശ പണമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉന്നം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, പറഞ്ഞതിലൊരു മാറ്റവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം വിദ്വേഷ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം എന്താണ്, ഒരു സർക്കാർ സമിതിയുടെ അധ്യക്ഷനാണ്. ഈ പറയുന്ന വിഷപ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനൊരു ഔദ്യോഗികമായ ഒരു സർക്കാർ സമിതിയുടെ, അതിൻ്റെ പേരാണ് ഏറ്റവും ഭയങ്കര വിറ്റ്, നവോത്ഥാന സമിതി എന്ന് പറയുന്ന ഒരു ഓക്സിമോറനാണ് ശരിക്കത്. നവോത്ഥാന സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുടെ, ഒരു സർക്കാർ സമിതിയുടെ അധ്യക്ഷനാണ് ഈ നിമിഷവും അദ്ദേഹം. ഈ മനുഷ്യനെ മുഖ്യമന്ത്രി നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗാരേജിലുള്ള കാറിൻ്റെ എണ്ണ പറയുന്നത്. ബെൻസ് കാർ, മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച കാർ എനിക്കുണ്ട്. ബെൻസ് കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ മേടിച്ചത് ഞാനാണ്. ഓരോ കാറും ഓടിയ കിലോമീറ്ററുകളുടെ എണ്ണവും കാറിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഏതാണ്ട് സമാനമായ കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനും പറയുന്നുണ്ട്. അത് അവിടെ കയറ്റായിരുന്നു, ഒരു പ്രായമുള്ള ആളല്ലേ, അദ്ദേഹത്തെ കാറിൽ കയറ്റിയ ഭയങ്കര കുഴപ്പമാണോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ കാറിൽ കയറിയതല്ല പ്രശ്നം. നാട്ടിൽ വിദ്വേഷ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെയുള്ള വളരെ വലിയൊരു സമുദായത്തെ നിരന്തരം അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നു. ആക്ച്വലി മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ്? ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വിദ്വേഷ പ്രസ്താവനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസെടുക്കണം എന്ന കാര്യം പോകട്ടെ, അത് ശരിയല്ല, ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയല്ല എന്ന് പറയുന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ നാവിൽ സരസ്വതി വിളയാടുകയാണ്. ഇദ്ദേഹം മഹാനാണ് എന്ന് നിരന്തരം പുകഴ്ത്ത് പാട്ടുകൾ കൊണ്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുക. ഈ മനുഷ്യനെ തൻ്റെ ഔദ്യോഗിക കാറിൽ കയറ്റിയിരുത്തുക, ഇത് നൽകുന്ന സന്ദേശം എന്താണ്?